ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചപ്പാത്തിയുടെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിയായിട്ട് പനീർ പൊട്ടറ്റോ മസാലയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ കടായി അടുപ്പിലോട്ട് വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഒരു 3 സവാള അരിഞ്ഞത്, 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി ഇട്ട് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതാണ്. അപ്പം ഇതൊന്ന് വഴണ്ട് വന്ന ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു പിടി മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കണം. മല്ലിയിലയും കൂടെ ഇട്ട് നമുക്കൊന്ന് ഇളക്കിയ ശേഷം നല്ലതുപോലെ ചൂടാറിയ ശേഷം ശകലം വെള്ളം കൂടെ ചേർത്ത് മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ശകലം വെള്ളം കൂടെ ചേർക്കണം, പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. ഇനി നമുക്ക് കടായിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പനീറുണ്ടല്ലോ, അതൊന്ന് ഫ്രൈ ചെയ്യണം. അത്യാവശ്യം എണ്ണ ചേർക്കേണ്ട ഒരു കറിയാട്ടോ ഇത്. അപ്പോൾ അതാണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ പനീർ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് 2 പ്രാവശ്യം തിരിച്ചും മറിച്ചു വിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ പകുതിയായിട്ട് ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റിയ ശേഷം നമുക്ക് ബാക്കി പനീറും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്ത് കറി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അല്ലാതെ നമുക്ക് കറി വയ്ക്കാം, പക്ഷേ ഇതൊന്നുകൂടെ ഒരു രുചി കൂടും. അതുകൊണ്ടാട്ടോ ഫ്രൈ ചെയ്ത് കറി വയ്ക്കുന്നത്. അപ്പോൾ ആദ്യ പ്രാവശ്യം ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നല്ലതുപോലെ കരിഞ്ഞു പോകാതെ തന്നെ ഫ്രൈ ചെയ്തെടുത്തു. ഇനി ബാക്കി ഇരിക്കുന്ന പനീറും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അതുപോലെ ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് അതും ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതും അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതായിട്ട് ഉടഞ്ഞു പോകാതിരിക്കാൻ ഇത്തിരി വലുപ്പത്തിൽ തന്നെ നമുക്കിതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ശേഷം നമുക്ക് ഈ എണ്ണയിലോട്ട് തന്നെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് നേരമൊന്നും വേണ്ട, പെട്ടെന്ന് തിരിച്ചും മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. ഒന്ന് ഉടഞ്ഞു പോകാതെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഉടയേണ്ടാന്ന് കരുതിയാട്ടോ ഇത്തിരി വലുപ്പത്തിൽ തന്നെ കഷ്ണം മുറിച്ചെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കി മുറിക്കാം കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ തിരിച്ചും മറിച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്ത് നല്ലതുപോലെ വെന്തതാണ്. അപ്പോൾ ഞാൻ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 ആയാലും കുഴപ്പമില്ല, 3 ആയാലും കുഴപ്പമില്ല, ഞാൻ 3 എടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്കതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ആ എണ്ണയിലോട്ട് നമുക്ക് ഒരു 1/2 സ്പൂൺ ചെറിയ ജീരകം, 3-4 ഏലയ്ക്ക, 2 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, പിന്നെ ജാതിപത്രി ഇതിട്ട് കൊടുക്കാം. അതൊന്ന് ഇട്ട് പൊട്ടിയ ശേഷം നമുക്കതിലേക്ക് 2 ഉണക്കമുളക് അരിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മിക്സിയിൽ അരച്ച് വെച്ച അരപ്പുണ്ട് അതുണ്ടല്ലോ, അതും കൂടെ സവാളയൊക്കെ അതൊന്നും നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ നമ്മൾ വഴറ്റിയതാണ്, എങ്കിലും നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇപ്പോൾ വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ, നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴേ. ഇനി നമുക്കിതിലേക്ക് 1.5 സ്പൂൺ കശ്മീരി മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ ഗരം മസാല, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഇത് ഇത്രയിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പച്ച കുത്തൊന്നും മാറണം കേട്ടോ ഈ മസാലയുടെയൊക്കെ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇളക്കി കുറച്ച് ശേഷം നമുക്കിതിലേക്ക് തൈര് വേണം. തൈര് അപ്പം ഞാൻ ഏതാണ്ട് ഒരു ബൗൾ നിറച്ച് തൈര് എടുത്തിട്ടുണ്ട്. അത് കട്ട ഉടച്ചെടുക്കണം. അത് നമുക്ക് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത്, ഒരുപാട് പുളിയുള്ള തൈരല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാമേ. നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണേ. അപ്പം നല്ലതുപോലെ ചൂടായ വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് തിളപ്പിച്ച വെള്ളമാണ്. അത് നമുക്ക് ഗ്രേവിയുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാമേ. അപ്പം ഞാൻ ഏകദേശം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്ന ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങും പനീറൊക്കെ ഉണ്ടല്ലോ, അതിപ്പോൾ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ശകലം കൂടെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാമേ. ഇനി നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും പനീറൊക്കെ ഞാൻ ആ കറിക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഇതിട്ട് ശേഷം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണേ. അപ്പോൾ വെള്ളം കുറവാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഇപ്പോൾ ഇതാണ്ട് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്, കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ആണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഇത് കുറുകി വരുവേ. അപ്പോൾ നല്ല ടേസ്റ്റാട്ടോ ഇത് കഴിക്കാൻ. കറി ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 15 അണ്ടിപ്പരിപ്പാട്ടോ, അതൊന്ന് അരച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാട്ടോ അങ്ങനെ ചേർക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അത് ശകലം ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉപ്പ് കുറവായിരുന്നുകൊണ്ട് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ നോക്കണം, ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ശകലം കൂടെ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണേ. കാരണം ഉരുളക്കിഴങ്ങ് ഉപ്പ് പിടിക്കും, അതുകൊണ്ടാട്ടോ ഉപ്പ് വീണ്ടും ഇട്ട് കൊടുത്തത്. ഇനി ശകലം മല്ലിയില ഉണ്ടല്ലോ, അതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. അത്യാവശ്യം ഒരു പിടി മല്ലിയില തന്നെ ചേർത്തോണം കേട്ടോ. അപ്പം അതും കൂടെ അരിഞ്ഞിട്ട ശേഷം നമ്മൾ ലാസ്റ്റ് ബാക്കി വെച്ച് ഞാൻ പറഞ്ഞില്ലേ അണ്ടിപ്പരിപ്പിൻ്റെ അരച്ചതിൻ്റെ ബാക്കി ഞാൻ വെച്ചെന്ന് അതും കൂടി ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയാട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത്.
അപ്പം നമ്മുടെ പനീർ പൊട്ടറ്റോ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പനീർ കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്